നമസ്കാരം. മലയാള വാർത്ത ലൈവിലേക്ക് സ്വാഗതം. നേരത്തെ ലൈവിൽ പറഞ്ഞ പോലെ ഒരുപാട് ഭയാനകമായ കാഴ്ചകളാണ് മലയാള വാർത്ത സംഘം ഇവിടെ വന്നപ്പോൾ തന്നെ. അപ്പൊ എന്നോട് ഇപ്പം പ്രദേശവാസി രാജൻ ചേട്ടനുണ്ട്. ചേട്ടാ, ഇത് എന്താണ് സംഭവിക്കുന്നത്? സംഭവിച്ചെന്ന് പറഞ്ഞാല് ഞങ്ങള് രാത്രിയായിരുന്നു. രാത്രി എന്ന് പറഞ്ഞാല് നമ്മള് മുണ്ടക്കായിന്ന് ഭയങ്കര ഒച്ചയായിട്ട് ഇങ്ങനെ വന്ന് ഉരുളുപൊട്ടി. അതിന് താമസിക്കുന്ന ഈ തൊട്ടടുത്താണ്. അങ്ങനെ കുറെ ഒച്ചയൊക്കെ കേട്ട് പിന്നെ നോക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല. രാത്രി കറണ്ട് ഒന്നുമില്ല. കറണ്ട് ഒരു 8-9 മണിയാകുമ്പോഴത്തേനും പോയിക്കുന്നു. പോയിന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു പൊട്ടി. രണ്ടാമതാകുമ്പോൾ ഭീകരമായിട്ടുള്ള സൗണ്ടും ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ രീതിയിലായിരുന്നു. പിന്നെ മൂന്നാമതൊരു ചെറിയൊരു പൊട്ടി. അതോടെ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി. പിന്നെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ കുറേ നേരം നിന്ന് പിന്നെ നോക്കുമ്പോൾ അവിടുന്ന് നമ്മൾ ആ വാർപ്പിന് മുകളിൽ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നികന്ന് കിടക്കും. നമുക്കൊരു കണ്ണീരും കാഴ്ചയായിട്ട് അങ്ങനെ പോകുന്നു. നമ്മൾ പഴയ നാടിൻ്റെ ഒരു അവസരം. നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പുഴ, അതിപ്പോ ഒരു പുഴ ശിവന്റെ അമ്പലമായിരുന്നു ഇത്. പിന്നെ മാര്യമ്മ, അങ്ങനെ കുറെ ദൈവങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്തായിട്ട് നേരെ പുഴ ആ സൈഡാണ്. നമുക്ക് ആ സൈഡ് ഭിത്തി കൂടെ പോയി ഇങ്ങേ സൈഡ് കൂടെ പോകുക. പുഴ എന്ന് പറഞ്ഞാൽ പോയി അപ്പുറത്ത് പാടി എന്ന് പറഞ്ഞാൽ പുഴ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോയി 3 പാടികളുണ്ട്. അതൊക്കെ അടിച്ച് തകർത്തു പോയി. അങ്ങനെയാണ് ഉള്ളത്. ഇപ്പൊ പുഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു പോയി. മറ്റേ നമ്മള് ഈ സാധാരണ ഈ സൈഡിൽ കൂടെ പോയിട്ട് അങ്ങനെ തിരിഞ്ഞു പോകാനായിരുന്നു പുഴ. ആദ്യം ഈ ഉരുള് പൊട്ടിയ സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ പറ്റിയായിരുന്നു? അതെന്ന് പറഞ്ഞാല് പിന്നെ അങ്ങനെ ഒരു അറിയിപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാല് ഇതിങ്ങനെ ചെറിയ പൊട്ട് 2018 ചെറിയ പൊട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു നിവേദനമായി പോയപ്പോ പിന്നെ രണ്ടാമത് ഇങ്ങനെ പൊട്ടുന്നുള്ളത് ആർക്കും അറിയില്ല. ഇതെന്ന് പറഞ്ഞാല് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമുക്കെന്ന് പറഞ്ഞാല് എന്താ പറയാന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിലുള്ള ആളാണ്. ഇത് എങ്ങനെ എന്താ സംഭവിച്ചെന്നൊന്നും ഒരു പിടുത്തമില്ല. അത് പറഞ്ഞാൽ എന്താ പറയാന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒരുപാട് ജനങ്ങൾ ഇപ്പൊ ഇവിടുന്ന് മാറി താമസിച്ചിരിക്കുകയാണ്. ഒരുപാട് വീടുകൾ, അപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് അമ്പലമാണ്. പിന്നെ വീട് എന്ന് പറഞ്ഞാൽ മുണ്ടക്കായി സ്കൂൾ റോഡ്. പിന്നെ ഇതൊക്കെ നമ്മളെ ടൗണിന്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നിന്ന് സാധാരണ വെള്ളം കയറാത്താണ്. എന്താ പറ്റുന്നൊന്നും അറിയില്ല. ഈ പുഴ ഒഴുകുന്നത് നേരത്തെ ഒഴുകിയ സ്ഥലത്തല്ല, ഇപ്പൊ വേറെ സ്ഥലത്തൂടെ പുഴ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. നമ്മൾ അങ്ങേ സൈഡാണ് പുഴ ഉണ്ടായത്. ഇതിപ്പോ ഇങ്ങനെ ഭിത്തി കൂടെ പോയിട്ട് ഇങ്ങേ സൈഡ് പോയിട്ട് ആ വളവ് തിരിഞ്ഞ് അങ്ങനെ പോകും. ഇത് കുറെ ഇങ്ങോട്ട് വന്ന് പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ചെടികളായിരുന്നു. ഇതൊക്കെ നമ്മളിപ്പോ അടിച്ച് ഉരുളുപൊട്ടിയതിനു ശേഷം എല്ലാം കയറി വന്ന. ഇതിനു മുമ്പ് 2018 ഉണ്ടായത് ഇത്രയും വലിയൊരു ഉരുൾപൊട്ടലായിരുന്നു? ഇല്ല, ഇത്രയൊന്നും ഉണ്ടായിട്ടില്ല. പാലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പാലത്തിന് മുകളിൽ കൂടെ മുട്ടിയില്ലാന്ന് പറഞ്ഞ് വെള്ളം പോയിട്ടുള്ളൂ. പിന്നെ മരങ്ങൾ കുറെ വന്ന് പാലം ഈ പ്രാവശ്യമാണ് പാലം പോയത്. പിന്നെ സ്കൂൾ റോഡിൽ കുറെ വീടുകൾ പോയി. മുണ്ടക്കായി പള്ളീന്റെ അവിടെ നിന്ന് എത്തലില്ല വെള്ളം. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല. അങ്ങോട്ടൊക്കെ കയറി ചതിപ്പായി കുഴിയായി. ഞാനിപ്പോ പോയി കണ്ടു വന്നിരുന്നു. കണ്ടപ്പോ തന്നെ നാടിന്റെ ഒരു രൂപം തന്നെ മാറിക്കും. ഈ സ്ഥലം തിരിച്ച് ഇനി പഴയതുപോലെ പറയുന്ന ഒരുപാട് വർഷങ്ങൾ ഇപ്പൊ എന്താണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റൂല. ബാക്കിയുള്ളവരൊക്കെ ആലോചിച്ച് എന്തൊക്കെ ചെയ്യേണ്ടത് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യം നമ്മള് നിക്കാം. പ്രദേശവാസി രാജൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥലം ഇനി എന്ന് തിരിച്ചു വരുന്ന ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിന്റെ അടുത്താണ് ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനം പോലും എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ പുഴ, ചേട്ടൻ പറഞ്ഞ പുഴ തന്നെ ഒഴുകിപ്പറ്റാൻ രീതിയല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒരു സ്ഥലത്തേക്കാണ് ഒഴുകി പോകുന്നത്. നേരത്തെ ഇങ്ങനെ എല്ലാവരും ഈ പുഴ ഒഴുകിയെന്നും ഈ രാജൻ ചേട്ടൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാലം, ഇവിടുന്ന് പാലം വരെ പോകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അത്രയ്ക്കൊരു നല്ലൊരു എന്താ പറയണ്ടത്, അത്ര ഭയാനകമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ വന്നിരുന്നപ്പോൾ. സംഭവ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ടർ അഭിലാഷ്, ക്യാമറമാൻ രാജീവിനൊപ്പം.